ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിന്നോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പിന്നോ ഈവനിങ് സ്നാക്കെന്നോ ഡിന്നർ റെസിപ്പിന്നോ എങ്ങനെ വേണേലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം, ഒരു നാടൻ ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് മതി ലഞ്ച് ബോക്സിൽ എന്ന് പറയും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പാക്കറ്റിൽ വാങ്ങിച്ചതോ അല്ലെങ്കിൽ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചതോ ഏതായാലും കുഴപ്പമില്ല. നൈസായിട്ടുള്ള പത്തിരിപ്പൊടി വേണം. ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും മതി. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി ഇതൊരു കടായിലേക്ക് ഒഴിച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് തിക്കായി വരും കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചില്ല അതുപോലെയല്ല, അതിനേക്കഴിഞ്ഞും കുറച്ചും കൂടെ ടൈറ്റാക്കി എടുക്കണേ. അപ്പം ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ. അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പം തീ കുറച്ച് വെച്ചാൽ മതി. നമ്മൾ അവിടെ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങ് കൊടുക്കാം. അപ്പോൾ നല്ല കുറച്ചും കൂടെ മുറുകി വരും. അത് മതി. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തണുക്കട്ടെ. ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂട് മാറിയാൽ മതി. ഇത് തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അടച്ചു വെക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട. നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് മയമായാൽ മതി. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാണ്. നമുക്ക് കുറച്ച് മാവെടുത്ത് കയ്യിലെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് നടുഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എളുപ്പം എല്ലാം അങ്ങ് ഉരുട്ടി വെച്ചിട്ട് എല്ലാം ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളത് ഉരുട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിരുന്നാൽ മതി. വേഗം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. വെള്ളം ആക്കണ്ട, ലൂസായി പോകും. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇഡലിച്ചെമ്പ് വെച്ച് വെള്ളം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഇഡലി തട്ടിലേക്ക് നമുക്കിതെല്ലാം അങ്ങ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീമർ ആയാലും മതി. വെള്ളം തിളച്ചതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. ആ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ട് നമുക്ക് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നമ്മുടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് ആ എണ്ണയിലിട്ട് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. മുരിഞ്ഞൊന്നും പോകണ്ട, അത് മതി. അതിലേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് ഒന്ന് വഴന്നിട്ടുണ്ട്. ചെറിയതായിട്ടൊരു ഗോൾഡൻ കളർ, മുരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്നതാണ്. ആ സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ആ പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ്. സവാളയൊക്കെ എടുത്തതിൻ്റെ ഏകദേശമൊക്കെ ഒരു പകുതിയോളമൊക്കെ മതി. ഒരു പിടിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് മതി. തക്കാളി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്കിതിലേക്ക് 1 കപ്പൊക്കെ തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ആ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് പെട്ടെന്നാവും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പത്ത് വേവാൻ വെച്ച സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് നന്നായിട്ട് വരിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇനി തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതേ ഉള്ളൂ. എടുത്ത് പുതിയ മുട്ടയാണെങ്കിൽ ഡയറക്റ്റ് തന്നെ പൊട്ടിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ പക്ഷേ കുറച്ച് ദിവസമായിരിക്കുന്ന മുട്ടയാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ചിലപ്പോൾ ചീത്തയായി പോയാലോ എന്നുള്ളതുകൊണ്ട് ബൗളിലെടുത്തിട്ട് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഒഴിക്കുന്ന സമയത്ത് മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ ഒഴിക്കുക കേട്ടോ നല്ലത്. ഞാൻ എടുത്തപ്പം പൊട്ടിച്ചപ്പം ഉണ്ണി അടക്കം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, പൊട്ടിപ്പോയാലും അങ്ങനെ ഇരിക്കട്ടെ.
ഇത് ഇനി ഇളക്കണ്ട, നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് അടപ്പ് വെച്ചങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മുട്ടയൊക്കെ നല്ല ബുൾസൈ പോലെ ഇരിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമുക്ക് പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് ആവാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം മതി, നമുക്ക് തുറന്ന് നോക്കാം. പിന്നെയും മുട്ടയൊക്കെ കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അപ്പം മുട്ടയുടെ ഉണ്ണിയൊക്കെ കട്ടാവാതെ കിടക്കുന്നത് ഒന്ന് 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കി കറക്റ്റാണോ നോക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഗരം മസാല ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഗരം മസാല ഇടാം. ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കിതിൽ ആദ്യത്തെ ആ ഒരു മസാല ഉണ്ടല്ലോ, പെരുംജീരകമൊക്കെ ഇട്ട ഒരു മസാലയുടെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ആവിയിൽ വേവിച്ച് വെച്ച ഉണ്ടകളൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. എന്നിട്ട് അങ്ങ് ഈ മുട്ടയുടെ കൂട്ടിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടങ്ങ് മിക്സ് ചെയ്താണെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഈവനിങ് സ്നാക്കോ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനുള്ള ഐറ്റമോ എന്ത് വേണേലും പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 3 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. ഞാൻ കഴിക്കാനായിട്ട് വേറൊരു പാത്രത്തിലെടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. നമ്മൾ കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അടിപൊളി, നല്ല ടേസ്റ്റുണ്ട്. എന്തോ ചിക്കൻ്റെ ഒക്കെ എന്തോ ഐറ്റമൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് അതിപ്പോഴും ഇരിക്കുന്നത്. തണുത്ത് കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിട്ടാലും അതേപോലെ തന്നെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ശരിക്കും ആ ഒരു മസാല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.